ഹലോ പീപ്പിൾ, ദീപിൻ മൂവീസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമ വന്നത് നമ്മുടെ ഈ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് വിസ്മയങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഏഷ്യയിലെ ആദ്യത്തെ അനിമേഷൻ ചിത്രം, പിന്നെ അത്ഭുത ദ്വീപ്, അതിശയൻ, മിന്നൽ മുരളി, അതിൻ്റെ കൂടെ ഇപ്പോൾ ഇറങ്ങിയ ചന്ദ്ര എന്ന് പറയുന്ന സിനിമയും കൂടെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുന്നതും ഒരു വെറൈറ്റി കൺസെപ്റ്റായിട്ട് വരുന്നൊരു സിനിമയെന്ന് എനിക്ക് പറയാൻ കഴിയും. ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റിന് എടുത്ത് പറയേണ്ട ഡൊമിനിക് അരുൺ, പിന്നെ സന്ധ്യ ബാലചന്ദ്രൻ, ഇവർ രണ്ടുപേരാണ് ഇതിൻ്റെ എഴുത്തെന്ന് പറയുന്നത്, എഴുതിയത്. സിനിമ രണ്ടുപേരും കൂടെ ചേർന്ന് എഴുതിയത്. പിന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ ചേട്ടൻ, ഇവരെ വിശ്വസിച്ച് പ്രൊഡക്ഷൻ നടത്തിയതിന് അതിന് വലിയ ഒരു കൈയടിനെ കൊടുക്കണം. ഇവരെ വിശ്വസിച്ചതിനും എഴുതിയാക്കും എല്ലാവരും ഹെവി ആയിട്ടുണ്ട്. ഇതാണ് ഒരു സിനിമ എങ്ങനെ എടുക്കണമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ സൂപ്പർ ഹീറോ ആണ്, കുറച്ച് എലമെൻസൊക്കെ അതിലുണ്ട്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കാണണം. അപ്പം ലോകേഷ് കനകരാജൻ പറഞ്ഞിട്ടുണ്ട്, 1000 കോടി അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തിയേറ്റർ മുതലാവുമെന്നാണ്, ആ സന്തോഷമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണയായിട്ടുള്ള ജനങ്ങൾ ഈ 150 ഈ സിനിമയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും, നെഞ്ചി വിരിച്ച് എനിക്ക് പറയാൻ കഴിയും. കാരണം ഒരു പ്രതീക്ഷയില്ല ഞാൻ ചെന്ന് കണ്ട സിനിമ തീ പോലെയാണ് പടരി കയറിയത്. എടുത്തു പറയേണ്ട കാര്യങ്ങൾ, മേക്കിങ് ഒരു രക്ഷയില്ല. എങ്ങനെ ചെയ്യാൻ പറ്റണോ അതിൻ്റെ മാക്സിമം ലെവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സിനിമയുടെ ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്ന 30 കോടി രൂപയാണ്. തലങ്ങും വിലങ്ങും ആ പൈസയ്ക്ക് തലങ്ങും വിലങ്ങും ഇവർ ചെയ്തിട്ടുണ്ട് മേക്കിങ്. അതുമാത്രമല്ല മ്യൂസിക്, ജെക്സ് വിജയ് ചേട്ടാ, എൻ്റെ പൊന്നോ, ഓരോ മ്യൂസിക് ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ കണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാലും ഹെവി അടിച്ചങ്ങ് കയറുകയാണ്. ഈ ഒരു ലോ പോയിൻ്റ് പിച്ച് ഒന്ന് കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടി ലോ കുറയ്ക്കുക വിചാരിച്ച് ഞാൻ, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇത് ഒരേ പൊളി ഇങ്ങനെ അദ്ദേഹം താഴണമല്ലോ, മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കണല്ലോ ആ മ്യൂസിക് എന്ന് പറയുന്നത്. ജെക്സ് വിജയ് ചേട്ടന് വളരെ നന്ദിയുണ്ട്. കാരണം വെച്ചാൽ ഇത്രയും കിടിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരക്ടേഴ്സ് നോക്കി കഴിഞ്ഞാൽ കല്യാണി പ്രിയദർശൻ ഹെവി, ഒരു രക്ഷയില്ല. അവർക്ക് കിടിലായിട്ട് ആക്ഷൻസ് ചെയ്യാൻ പറ്റും. ആ ചേച്ചിക്ക് എല്ലാം ചെയ്ത് ഒരു ആറ്റിറ്റ്യൂഡ് ആയാലും എന്തായാലും ഒരു വാരിയറിനെ പോലെയാണ് തോന്നി. സത്യം പറഞ്ഞ ഒരു വാരിയർ അത് തന്നെയാണ് സംഭവം. പിന്നെ നസ്ലിനായാലും ചന്തു ചേട്ടനായാലും പിന്നെ അരുൺ ചേട്ടനൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും നല്ല കോമ്പിനേഷനാണ്. ചിലവർ ഞാൻ കമൻസ് വായിച്ചായിരുന്നു ഇതിനു മുമ്പ്, വേറെ ഏതൊക്കെ കമൻസ്, നസ്ലിൻ ഒരേപോലെ അഭിനയം പിടിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അയാളെ ശൈലി വ്യത്യസ്തമായി പിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കിടിലൻ ക്യാരക്ടറായിരുന്നു ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലെ ക്യാമിയോസ്, എൻ്റെ പൊന്നോ, മലയാളം സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് വരും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവരും ഇടയ്ക്കുണ്ടായിരുന്നു. ആരൊക്കെ വന്നിട്ട് പോലും ഇതാണൊരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം കിട്ടിയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ സിനിമ അടുത്ത ഇറങ്ങുന്ന ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ചാപ്റ്റർ 5 ഇങ്ങനെ കൊണ്ട് അവസാനിപ്പിച്ച സാധനമായിരിക്കും. കാരണം ഇതുവരെ ഇറങ്ങിയതിൽ എല്ലാം ടോപ്പ് നോച്ച് സംഭവങ്ങളാണ്. കല്യാണിയുടെ 1 man ഷോ എൻ്റെ പോന്നു ഹെവി. അത് വെച്ചാൽ നമ്മളെ സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ ഫീമെയിൽ അഭിനയിച്ച ചിത്രമാണ് 100 കോടിക്ക് മേളിൽ പോകണം. ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല. സിനിമയ്ക്ക് നല്ല റൈറ്റിംഗ് ഉണ്ടോ, നല്ല ഡയറക്ഷൻ ചെയ്യാൻ അറിയാമോ, നല്ല പ്രൊഡക്ഷൻ എങ്ങനെ യൂസ് ചെയ്യാൻ അറിയാം, സിനിമ കയറിയിരിക്കും. അതിന് ഫീമെയിലോ മെയിലൊന്നുമില്ല. നല്ലൊരു കഥ, നല്ലൊരു മേക്കിങ്, നല്ലൊരു പ്രൊഡക്ഷൻ ടീമിനെ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിലോറ്റ് കയറ്റാൻ പറ്റുന്ന സാധനമാണ്. ദുൽഖർ ചേട്ടന് വളരെ നന്ദിയുണ്ട്. കാരണം പിന്നെ ഡൊമിനിക് അരുണും സന്ധ്യ ബാലചന്ദ്രൻ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡൊമിനിക് അരുൺ എന്ന് പറയുന്ന സംവിധായകൻ എന്ന് പറയുന്നത് തരംഗം സ്റ്റൈൽ എന്ന് പറയുന്ന സിനിമ എടുത്തിട്ടുള്ള സംവിധായകനാണ്. സന്ധ്യ ബാലചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഈ തരംഗം സിനിമയിൽ അഭിനയിച്ച് നായികയായിട്ട് ടോവിനോ ചേട്ടൻ്റെ നായികയായിട്ട് വന്ന ആ നായികയാണ് ഇതിലെ കഥ എഴുതിയിട്ടുള്ളത്. ആ ചേച്ചിക്കും വലിയൊരു ഹിറ്റ്സ് ഓഫ്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ DC-യുടെ മാർവലിൻ്റെ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ണ് നിറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കും ഉണ്ടടാ എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. ഈ ലോക ചാപ്റ്റർ 1 എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എത്ര പേർക്ക് കത്തിയത് നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാരണവശാലും ഈ ക്യാമിയോസ് ചുമ്മാ ഇട്ട് ആരും ഇങ്ങനെയായിട്ട് സ്പ്രെഡ് ചെയ്യരുത്. ആ തിയേറ്ററിൽ ചെന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തവർ നമ്മളെ പോലെ അങ്ങ് പോട്ട്. ഒരുപാട് അമിത പ്രതീക്ഷയൊന്നും വേണ്ട, പക്ഷെ കിടില സിനിമയുടെ ഒരു രക്ഷയില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നല്ല തിയേറ്റർ, ഒരു 150 രൂപ ചിലവാക്കി നിങ്ങളൊന്ന് കണ്ടു നോക്കി. അതിനുള്ള മുതലുണ്ട് സത്യം പറഞ്ഞാൽ. അതിനെക്കാട്ടി ഉണ്ടെങ്കിലേ ഉള്ളൂ ഹെവി സിനിമ. എനിക്ക് അത്രേ പറയുള്ളൂ. ലോക ചാപ്റ്റർ 1 ഈ ഓണം
കിടിലോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ തന്നെ ഹെവി. അപ്പോൾ ഹൃദയപൂർവ്വമായാലും ലോകയായാലും ചെന്ന് തിയേറ്ററിൽ ചെന്ന് കാണാൻ നോക്കുക. ഞാൻ ഹൃദയപൂർവ്വം കണ്ടിട്ടില്ല, ഇനി കാണണം. ലോക എക്സ്ട്രീം ലെവൽ സിനിമ. 10ന് 8.3 ഞാൻ റേറ്റിംഗ് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.